ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, കൃതജ്ഞതയായിരിക്കട്ടെ. നീ ദൈവത്തിന് അർപ്പിക്കുന്ന യഥാർത്ഥ ബലി 50-ാം സങ്കീർത്തനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. ഔർണിന്യമായ ദാനത്തെ പ്രതി കർത്താവെ അങ്ങേക്ക് സ്തുതി. പൗരോഹിത്യ ശുശ്രൂഷയിൽ 25 ആണ്ടുകൾ പൂർത്തിയാകുന്ന ഈ ധന്യവേളയിൽ എനിക്ക് ആത്മീയ ജന്മമേകിയ ഈ ഇടവകയിൽ ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ട അതേ ദിവസം തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഇടവക ജനത്തോടും നിങ്ങളേവരോടും ചേർന്ന് നന്ദിയുടെ ഈ കുർബാന അർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും കുറച്ച് വിശ്വാസത്തോടും നിറഞ്ഞ പ്രതീക്ഷയോടും സർവോപരി തികഞ്ഞ സ്നേഹത്തോടും കൂടെ ഈ കുർബാന അർപ്പിക്കാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വായിക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദൈവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. ത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാടും സ്തുതിയുമെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരചനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതുമുചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താമവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരു ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയും യോസേ പകറിയവൻ കരുണാവാരിധിയവനല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും
നന്മകൾ നിറഞ്ഞ മുടിയോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങ് നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും. മറിയാം കുമാര കൊല്ല മൗദേനൻ ഈശോ മെസിഹ സബഹീനൻ ആദത്തു നഹുമാനാക്ക് പകര വാത്തു പാരോക താപാദ് നൗശാസൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. وسنبه كل ما لا لها Kandisha alaha Kandisha hailsana Kandisha lamayosa yasraha
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിയമാർത്ഥന പുസ്തകത്തിനുള്ള വായന കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പുരോഹിത ഗോത്രമായ ലേവിക്ക് ഇസ്രായേലിൻ്റെ മറ്റു ഗോത്രങ്ങളെപ്പോലെ ഓഹരിയും അവകാശവും ഉണ്ടായിരിക്കുകയില്ല. കർത്താവിൻ്റെ ദഹനബലികളും അവിടുത്തെ അവകാശങ്ങളുമായിരിക്കും അവരുടെ ഓഹരി. സഹോദരന്മാർക്കിടയിൽ അവർക്ക് ഓഹരി ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ അവിടുന്നായിരിക്കും അവരുടെ ഓഹരി. ബലിയർപ്പിക്കുന്ന ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്കുള്ള വിഹിതം ഇതായിരിക്കും: ബലി കഴിക്കുന്ന കാളയുടെയും ആടിൻ്റെയും കൈക്കുറകുകൾ, കവിൾത്തടങ്ങൾ, ഉദരഭാഗം ഇവ പുരോഹിതന് നൽകണം. ധാന്യം, വീഞ്ഞ്, എണ്ണ ഇവയുടെ ആദ്യഫലവും ആടുകളിൽ നിന്ന് ആദ്യം കത്തിരിച്ചെടുക്കുന്ന രോമവും അവന് കൊടുക്കണം. നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തൻ്റെ മുന്നിൽ നിൽക്കാനും തൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാനും അവനെയും അവൻ്റെ പുത്രന്മാരെയുമാണല്ലോ എന്നേക്കുമായി നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യേശയ്യായുടെ പുസ്തകത്തിനുള്ള വായന. കർത്താവെ ആശീർവദിച്ചാലും. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങളെന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടുവാനും വേണ്ടി അവർക്ക് വെണ്ണീരിനു പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കിയും നൽകുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. പൂർവ്വ അവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും. പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരിവെട്ടി ഒരുക്കുന്നവരും ആകും. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ശൂറായ ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ. കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം പിന്നെ വേദികയിൽ. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. നിർമ്മലമാ
സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗിരികളാ, ഹല്ലേലൂയ ഗിരികളാ, കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗിരികളാ, ഹല്ലേലൂയ ഗിരികളാ, കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം ഗുരു ആശ്രവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന ഈശോ മിശിഹായുടെ മുമ്പാകെയും അവന്റെ പ്രത്യക്ഷീകരണത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രഘോഷിക്കുക, നല്ല സമയത്തും അല്ലാത്ത സമയത്തും ഒരുങ്ങിയിരിക്കുക, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക, അവരെ ശാസിക്കുക, ദീർഘക്ഷമയിലും പ്രബോധനത്തിലും പ്രോത്സാഹിപ്പിക്കുക. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. അവർ തങ്ങളുടെ മോഹങ്ങൾക്കനുസരിച്ച് കാതിനിമ്പമുണ്ടാക്കുന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക, കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മൗനമായി നിന്ന് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കുവിൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ.
എനിക്ക് മുൻപേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. നമ്മുടെ പിതാവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജുബിലേറിയനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോസഫ് ബിജു കറുകയിലച്ച, അച്ഛൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സിസ്റ്റർ അൽഫോ, എല്ലാവരോടും ചേർന്ന് നമ്മൾ കർത്താവിന് ഈ ബലിയർപ്പിക്കുകയാണ്. കർത്താവ് തൻ്റെ ജീവിതത്തിൽ നൽകിയ വലിയ കൃപയ്ക്ക് ബിജുവച്ചനോട് ചേർന്ന് നമ്മൾ കർത്താവിന് നന്ദി പറയുകയാണ്. 25 വർഷം കർത്താവിൻ്റെ ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവിടുന്ന് കൃപ നൽകിയതിന് നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ബാച്ചുകാരായിട്ടുള്ള 3 പേരും അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ അവസരത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. അവരുടെയും ജൂബിലി വർഷമാണ്. അല്പം സീനിയറായിട്ടുള്ള ജോമോൻ 40 ചിറയും, ടെഡി കാഞ്ഞൂപ്പറമ്പിലച്ചനും, ടോം പുത്തംകളവച്ചനും, മനോജ് കറുകയിലച്ചനും എല്ലാം നമ്മളോടൊപ്പമുണ്ട്. ഇവരുടെ എല്ലാം സീനിയറായിട്ട്, എൻ്റെയും സീനിയറായിട്ട് മൈനർ സെമിനാരിയിൽ ഞങ്ങളുടെ തേർഡ് ഇയറായിരുന്ന ബഹുമാനപ്പെട്ട സിറിളച്ചനും നമ്മളോടൊപ്പമുണ്ട്. ഒപ്പം നമ്മുടെ രൂപതക്കാരനായിട്ടുള്ള AV സച്ചൻ എടച്ചേത്രയച്ചന്, MCBS സഭാംഗമായിട്ടുള്ള വിവേകച്ചന്, CMI സഭാ സമൂഹം ആയിട്ടുള്ള ബിജുവച്ചൻ്റെയും കസിൻ കൂടിയായിട്ടുള്ള ഷൈജുവച്ചന്, ഇവരെല്ലാം ചേർന്ന് നമ്മൾ കർത്താവിന് പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ബിജുവിൻ്റെ മാതാപിതാക്കൾ അവരുടെ വിവാഹത്തിൻ്റെ 60 വർഷം പൂർത്തിയാക്കുകയാണ്. ഇതെല്ലാം നമുക്ക് കർത്താവിന് നന്ദി പറയുവാനുള്ള ധാരാളം കാര്യങ്ങൾ ആണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ അതിരൂപതയിലും സിറോ മലബാർ സഭയിലും മറ്റ് സഭകളിലുമെല്ലാം തിരുപ്പട്ട ശുശ്രൂഷ നടക്കുന്ന അവസരങ്ങളുമാണ്. ഇന്നും നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി നർമ്മോനപുരം ഇടവകയിൽ നിന്ന് ഒരാൾ വൈദികനായിട്ട് തീരുന്നുണ്ട്. സ്മിത്ത് ശ്രാമ്പിക്കൽ. അപ്പം ഇതെല്ലാം നമുക്ക് സന്തോഷം നൽകുന്ന അവസരമാണ്. ഒപ്പം ഇത് ഒരു വർഷത്തിൻ്റെ അവസാന ദിവസമാണ്. നാളെ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും. ബഹുമാനപ്പെട്ട ബിജുവച്ചൻ 1997 ഡിസംബർ മാസം 31-ാം തീയതിയാണ് ഈ പരിശുദ്ധ കുർബാന ആദ്യമായിട്ട് അർപ്പിച്ചത്. ആ മുഖത്തിൽ ബിജുവച്ചൻ അത് അനുസ്മരിച്ചു. ബിജുവച്ചനോട് എനിക്കും വ്യക്തിപരമായിട്ടും ബന്ധമുണ്ട്. രൂപതക്കാരായ വൈദികരെന്ന നിലയിൽ, അതോടൊപ്പം തന്നെ ഒരു കാലഘട്ടത്തിൽ സെമിനാരിയിൽ പഠിച്ചു വന്നവരെന്ന നിലയിൽ, നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി വൈദികരായവരെന്ന നിലയിൽ എല്ലാം ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം എൻ്റെ മാതൃ ഇടവകയിലായിട്ടുള്ള വെട്ടിമുകൾ സെൻറ് മേരീസ് ഇടവകയിലാണ് അദ്ദേഹത്തിൻ്റെ വൈദിക ശുശ്രൂഷ ആരംഭിച്ചത്. കുറച്ചുകൂടി പറഞ്ഞാൽ ഞങ്ങളുടെ ഇടവകയിൽ ഒരു കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളി എൻ്റെ വീടിരിക്കുന്ന പ്രദേശം തന്നെയാണ്. അവിടെയാണ് ബിജുവിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അങ്ങനെയെല്ലാം ധാരാളം ബന്ധങ്ങളുണ്ട്. അദ്ദേഹം വിദേശത്തേക്ക് പോയപ്പോഴും അവിടെ ആയിരിക്കുമ്പോഴും ഇന്നും എന്നും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അവിടെ ആയിരിക്കുമ്പോഴും പല കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും വിശേഷങ്ങൾ അറിയിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരാളാണ്. ഇത്തവണ ഈ ജൂബിലിയുടെ കാര്യവും കഴിഞ്ഞ അവധിക്ക് വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ ബന്ധമാണ് നമ്മളെ എല്ലാവരെയും ഇവിടെ എത്തിച്ചിരിക്കുക. നിങ്ങളിൽ പലരും ബന്ധുക്കളും മിത്രങ്ങളും
ഇടവക അംഗങ്ങളും എല്ലാവരുമായവരാണ് ഈ കൃതജ്ഞതാ ബലിയിൽ പങ്കുചേരുക. അതുകൊണ്ട് ബിജുവച്ചനോടൊപ്പം നമുക്ക് ഈ അവസരത്തിൽ കർത്താവിന് ഈ ബലി അർപ്പിക്കാം, നന്ദിയോടെ അർപ്പിക്കാം. ബിജുവച്ചൻ്റെ ശുശ്രൂഷ മേഖലകളൊക്കെയും നമുക്ക് പരിചിതങ്ങളായിരിക്കാം, ഇടവകക്കാരെന്ന നിലയിലൊക്കെ. അദ്ദേഹത്തിൻ്റെ വൈദിക പരിശീലന കാലഘട്ടവുമെല്ലാം നമ്മുടെ മൈനർ സെമിനാരിയിൽ പരിശീലനം പൂർത്തിയാക്കി, വടവാത് സെമിനാരിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും എല്ലാം പൂർത്തിയാക്കി 97 വൈദികനായി. ആദ്യത്തെ ഇടവക ശുശ്രൂഷയാണ് ഞങ്ങളുടെ ഇടവകയിൽ അദ്ദേഹം നടത്തിയത്. ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം പിന്നീട് നമ്മുടെ തന്നെ വെരൂർ ഇടവകയിൽ, ബഹുമാനപ്പെട്ട ടോമച്ചൻ്റെ ഇടവകയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. ഫാത്തിമാപുരത്തുണ്ടായിരുന്നു, സന്ദേശ നിലയത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം കട്ടച്ചിറ ഇടവക ദേവാലയത്തിൽ, അങ്ങനെ അവിടെ വളരെ ചെറുപ്പത്തിൽ തന്നെ പുതിയൊരു ദേവാലയം പണിയുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. നീണ്ട 6 വർഷങ്ങൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുവെന്ന് വേണമെന്ന് നമുക്ക് പറയാം. പിന്നീട് അദ്ദേഹം നമ്മുടെ അതിരൂപതയുടെ നിർദ്ദേശാനുസരണം ഇംഗ്ലണ്ടിൽ മിനിസ്ട്രിക്കായിട്ട് പോവുകയാണ് ഉണ്ടായത്. ഇന്നും അവിടെ അത് തുടരുന്നു. ഇംഗ്ലണ്ടിലും അയർലൻഡിലുമൊക്കെ ആയിട്ട് തൻ്റെ ശുശ്രൂഷ തുടരുകയാണ്. 2007 അങ്ങോട്ട് പോയതാണ്. ഇപ്പോൾ അന്നു മുതൽ ഇംഗ്ലണ്ടിലും അയർലൻഡിലുമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പഠനവും അദ്ദേഹം അക്കാഡമിക് ലൈഫും നഷ്ടപ്പെടുത്താതെ അത് കാത്തു സൂക്ഷിച്ച് വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്നും, മൈന്യൂത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുവാനും എല്ലാം അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഇങ്ങനെ അജപാലന ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം തന്നെ തൻ്റെ അക്കാഡമിക് ലൈഫും കാത്തു സൂക്ഷിച്ച് അദ്ദേഹം വൈദിക ശുശ്രൂഷ ഇന്ന് സഭയിൽ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നയിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അതെല്ലാം ഓർത്ത് നമുക്ക് ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഈ ചെയ്തിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള വിശ്വാസി സമൂഹവും ഇന്ന് അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ അദ്ദേഹത്തോടൊപ്പം ബലിയർപ്പിക്കും. കൃതജ്ഞതയുടെ ബലിയർപ്പിച്ച് കർത്താവിന് നന്ദി പറയും. അപ്പോൾ ആ സമൂഹത്തെ ഓർത്തും കർത്താവിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റ് രൂപതകളിലൊക്കെ ചെയ്തിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സീറോ മലബാർ വിശ്വാസി പ്രവാസികളായിട്ടുള്ള വിശ്വാസി സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ശുശ്രൂഷകളെയും എല്ലാം നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. നമ്മുടെ തന്നെ സീറോ മലബാർ രൂപതയായ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലും അദ്ദേഹം പല രീതിയിൽ അഭിവന്യ ശ്രാമ്പിക്കൽ പിതാവിനോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നു, സഹകരിക്കുന്നു. അതെല്ലാം ഈ അവസരത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കുവാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സ്നേഹമുള്ളവരെ, ഓരോ വൈദികനും തൻ്റെ ജീവിതം മുഴുവൻ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, ജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തൻ്റെ സാധ്യതകളും സർഗശക്തി മുഴുവനും ഉപയോഗിച്ചുകൊണ്ടാണ് ആയിരിക്കുക, പ്രവർത്തിക്കുക. ഇതെല്ലാം നമുക്ക് ഇന്ന് ഈ അവസരത്തിൽ നന്ദി പറയുവാനുള്ള അവസരങ്ങളാണ്. അപ്പോൾ ഞാനിന്ന് ബഹുമാനപ്പെട്ട ബിജുവച്ചൻ തൻ്റെ ജൂബിലിയുടെ അവസരത്തിൽ അടിച്ച അല്ലെങ്കിൽ നൽകുവാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ സുവനീർ നോക്കുകയുണ്ടായി. നേരത്തെ അദ്ദേഹം എനിക്ക് അയച്ചു തന്നിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അതിൽ ഒന്നുകൂടി നോക്കി. അദ്ദേഹം 3 വചനങ്ങൾ അതിലെഴുതിയിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. ആദ്യത്തേത് കൊരിന്തോസുകാർക്ക് പൗലോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 9-ാം അധ്യായം 15-ാം വാക്യമാണ്. അവർണ്ണനീയമായ ദാനത്തെ പ്രതി കർത്താവേ അങ്ങേക്ക് സ്തുതി. രണ്ടാമത് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്, ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ് ഐ ആം വാട്ട് ഐ ആം. നമുക്കൊക്കെ മനഃപ്പാഠമായിരിക്കുന്ന ദൈവവചനമാണത്. 1 കൊരിന്തോസ് 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയാലാണ്. മൂന്നാമത് അദ്ദേഹം ഒന്നുകൂടി അടിച്ചിരിക്കുന്നത് ഫിലിപ്പിയരുടെ ലേഖനത്തിൽ നിന്നും 4-ാം അധ്യായം 13-ാം വാക്യമാണ്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ 3 ദൈവവചനങ്ങളും ഒരേ സമയം ഒരു വൈദികൻ ആരാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. വൈദികന്റെ ആത്മബോധത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ്.
ഒപ്പം വൈദികന്റെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതുമാണ്. ഇന്നത്തെ 3 വായനകളും സുവിശേഷവുമെല്ലാം ഈ ആത്മബോധത്തെക്കുറിച്ചും ദൗത്യബോധത്തെക്കുറിച്ചുമെല്ലാമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തിയിരുന്നത്. ആദ്യത്തെ വായനയും 2ാമത്തെ വായനയും 3ാമത്തെ വായനയും അതേ രീതിയിൽ സുവിശേഷം ഒരു അജപാലകന്റെ നല്ലൊരു ചിത്രം നൽകുകയാണ്. നല്ല ഇടയനായി ഈശോയെ തന്നെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ നല്ല ഇടയന്റെ പാത പിന്തുടരുന്ന വൈദികനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. വൈദികരെല്ലാവരും അജപാലകരാണ്, ഇടയന്മാരാണ്. നമ്മൾ ആ രീതിയിലാണ് അച്ഛന്മാരെ കാണുന്നത്. അജപാലകർ എന്ന നിലയിലാണ്. നയിക്കുന്നവരാണ്, വിശുദ്ധീകരിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ്. ഇതെല്ലാം നമ്മൾ വൈദികരെ കുറിച്ച് അനുസ്മരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അല്ലെങ്കിൽ വൈദികർക്ക് തങ്ങളെക്കുറിച്ച് തന്നെയുള്ള ചിന്ത നമ്മളിൽ ഉണർത്തുന്ന ദൈവവചനങ്ങളാണ് ഇവയെല്ലാം. ഒപ്പം ദൗത്യത്തെക്കുറിച്ച് അത് തീർച്ചയായിട്ടും ഇവ രണ്ടും എപ്പോഴും ഒരുമിച്ച് പോകേണ്ടതാണ്. ശരിയായിട്ടുള്ള ആത്മബോധമാണ് ശരിയായ ദൗത്യബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അത് നമ്മൾ ഏത് ജീവിത അന്തസ്സിലുള്ള ആളാണ്, കുടുംബജീവിതം നയിക്കുന്നവരാണേലും സമർപ്പിത ജീവിതം നയിക്കുന്നവരാണേലും ഏകാസ്ഥരായിട്ട് ജീവിതം നയിക്കുന്നവരാണേലും വൈദിക ശുശ്രൂഷയിലുള്ളവരാണേലും ആരുടെയും ജീവിതത്തിൽ അത് നമ്മൾ ഏത് ദൗത്യം നിർവഹിക്കുന്നവരാണേലും ആദ്യ പാഠം എന്ന് പറയുന്നതോ ആദ്യ ബോധം എന്ന് പറയുന്നതോ ശരിയായിട്ടുള്ള ആത്മബോധമാണ്. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഇന്ന് നമ്മുടെ ലിറ്റർജിക്കൽ ആരാധനാക്രമം അനുസരിച്ചുള്ള വായനയിലെ സുവിശേഷം സ്നാപക യോഹന്നാനോട് ചിലർ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. നീ ആരാണ് എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അവൻ്റെ പ്രവൃത്തികളൊക്കെ കണ്ടപ്പോൾ അവർക്ക് പല സംശയങ്ങൾ തോന്നുകയാണ്. നീ മിശിഹായാണോ? നീ ഏലിയായാണോ? നീ പ്രവാചകനാണോ? ഇവരൊന്നുമല്ലെങ്കിൽ നീ പിന്നെ ആരാണ്? ഞാൻ പറഞ്ഞത് അതുതന്നെയാണ്. ശരിയായിട്ടുള്ള ആത്മബോധം, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം കാണുന്ന ഒരു പുരോഹിതന് മാത്രമേ ശരിയായിട്ടുള്ള ദൗത്യബോധത്തോടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട ബിജുവച്ചനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തോടൊപ്പം കർത്താവിന് നന്ദി പറയുമ്പോഴും ഇങ്ങനെയുള്ള ചിന്തകളാണ്. ശരിയായിട്ടുള്ള ആത്മബോധത്തോടെ സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് കർത്താവിന് നന്ദി പറയുവാനായിട്ട് സാധിക്കും. അദ്ദേഹത്തോടൊപ്പം കർത്താവിന് നന്ദി പറയുവാനായിട്ട് സാധിക്കും. വൈദികരെല്ലാവരും ആത്മീയ ശുശ്രൂഷകരാണ്. ഇന്നത്തെ വായന നമ്മൾ ശ്രദ്ധിച്ചാൽ അതാണ് വൈദികന്റെ ആത്മബോധത്തിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന കാര്യം. ഞാനൊരു ആത്മീയ ശുശ്രൂഷകനാണ്. സാമൂഹിക പ്രവർത്തകരല്ല വൈദികർ. സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യുകയും ചെയ്യണം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഒരു വൈദികനും സാമൂഹിക പ്രവർത്തകരല്ല, മറിച്ച് ആത്മീയ ശുശ്രൂഷകരാണ്. പൗലോസ്ലീഹ അത് വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൃപ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യുവാനാണ് എന്ന് തന്നെയാണ് പൗലോസ്ലീഹ പറയുക. വി ആർ എൻടൈറ്റിൽഡ് ടു അഡ്മിനിസ്റ്റർ ദ ഗ്രേസ് ഓഫ് ഗാഡ് ഫോർ യുവർ സേക്ക്. നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. അതാണ് കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഉള്ളടക്കവും അത് തന്നെയായിരുന്നു. ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ അതാണ് പ്രാർത്ഥിച്ചത്. അവർ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാതിരിക്കുവാൻ ഞാൻ അവരെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നാൽ അവർ ലോകത്തിൽ തന്നെയാണ്. പക്ഷേ ലോകത്തിൻ്റെതായിട്ടുള്ള ശൈലികളോ മാനദണ്ഡങ്ങളോ താല്പര്യങ്ങളോ ഇല്ലാതെ കർത്താവിനെ പോലെ സ്വയം ബലിയായിട്ട് തീരുവാൻ, അതാണ് ഒരു വൈദികന്റെ ജീവിത കേന്ദ്രമായിട്ട് നിൽക്കുന്ന വചനപീഠവും ബലിപീഠവും. വൈദികന്റെ ശുശ്രൂഷ മേഖലകളാണ്. വചനത്തിന്റെ ശുശ്രൂഷകനാണ് വൈദികൻ, വചനത്തിന്റെ പ്രഘോഷകനാണ് വൈദികൻ. ഈ വചനത്തെ തന്നെ ജീവിത പ്രമാണമാക്കി ജീവിക്കുന്നവനാണ് വൈദികൻ. പുത്തൻ കുർബാനയുടെ അവസരത്തിൽ പട്ട ശുശ്രൂഷ കഴിഞ്ഞ് കൈവപ്പ് ശുശ്രൂഷയെല്ലാം കഴിയുമ്പോൾ മെത്രാൻ നവപുരോഹിതന് സുവിശേഷം നൽകിക്കൊണ്ട് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത പ്രമാണവുമാകട്ടെ. ഇതാണ് മെത്രാൻ അല്ലെങ്കിൽ പിതാവ് വൈദികനെ ഓർമ്മപ്പെടുത്തുന്നത്.
ഞാൻ പറഞ്ഞതുപോലെ ഒരേ സമയം അവൻ്റെ ആത്മബോധത്തെക്കുറിച്ചുള്ള, അവൻ്റെ ദൗത്യബോധത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അത്. ബഹുമാനപ്പെട്ട ബിജുവച്ചന് അദ്ദേഹത്തിൻ്റെ മെത്രാനായിട്ട് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ബിഷപ്പ് ഓഫ് ഡെറിയുടെ ബിഷപ്പ് ഡൊണൽ മക്കിയോൺ ഒരാശംസ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കുവാനിടയായി. അദ്ദേഹം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. 3 കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വിട്ടുകളയുകയാണ്. ശ്രദ്ധേയമായിട്ടുള്ള 3 കാര്യങ്ങൾ. യു ഹാവ് ബീൻ ട്രൂ ടു യുവർ കോളിംഗ്. നീ നിന്റെ വിളിയോട് സത്യസന്ധത, വിശ്വസ്തത പുലർത്തിയിരിക്കുന്നവനാണ്. കാരണം അദ്ദേഹം പറയുകയാണ്, ടു സെലിബ്രേറ്റ് ദ ലിറ്റർജി, ടു പ്രൊക്ലെയിം ദ ഗോസ്പൽ ആൻഡ് ടു ബിൽഡ് ദ കമ്മ്യൂണിറ്റി. ഓരോ വൈദികനും ചെയ്യുന്ന ശുശ്രൂഷകളാണ്. പക്ഷേ അത് വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ, വിശുദ്ധിയോടെ ചെയ്യുമ്പോൾ, ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുമ്പോഴാണ് അത് കൃപയുടെ നീർച്ചാലൊഴുക്കുന്ന കുദാശയായിട്ട് വിശ്വാസി സമൂഹത്തിൽ ആകുന്നത്, അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിന് ആ അനുഭവം സ്വന്തമാകുന്നത്. പരിശുദ്ധ കുർബാന ആരാധന വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി അർപ്പിക്കുമ്പോൾ അതാണ് പിതാവ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞു, നീ ദൈവവചനം പ്രഘോഷിക്കുന്നതിൽ. ഇതാണല്ലോ പുരോഹിതനെ സഭ ചുമതലപ്പെടുത്തുന്ന കാര്യം. കർത്താവിന്റെ സുവിശേഷം നീ പ്രഘോഷിക്കുക, വീണ്ടും സഭയെ പടുത്തുയർത്തുക, ടു ബിൽഡ് ദ കമ്മ്യൂണിറ്റി. പക്ഷേ ഈ കമ്മ്യൂണിറ്റിയെ ബിൽഡപ്പ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബിൽഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തും. ടു ബി റൂട്ടഡ് ആൻഡ് ബിൽറ്റഡ് അപ്പ് ഇൻ ഹിം. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടുമാണ് ഒരു പുരോഹിതനും പുരോഹിതനാകുന്നത്. നീണ്ട വർഷത്തെ പരിശീലനം, ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയണ്ട. അതെല്ലാം എന്തിനു വേണ്ടിയാണ്? അവനിൽ വേരുറപ്പിക്കപ്പെടുവാനാണ്, മിശിഹായിൽ വേരുറപ്പിക്കപ്പെടുവാൻ, അവനിൽ പണിതുയർത്തപ്പെടുവാൻ. അങ്ങനെ മിശിഹായിൽ പണിതുയർത്തപ്പെട്ട ഒരു വൈദികന് മാത്രമേ തൻ്റെ അജഗണത്തെ പടുത്തുയർത്തുവാനായിട്ട്, സഭയായിട്ട് പടുത്തുയർത്തുവാനായിട്ട്, കർത്താവിനായിട്ട് പടുത്തുയർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാമാണ് നമ്മൾ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മളോടൊപ്പമുള്ളത്. വൈദികരെക്കുറിച്ച്, വൈദിക ജീവിതത്തെക്കുറിച്ച്, വൈദിക ശുശ്രൂഷയെക്കുറിച്ച് എല്ലാം കർത്താവിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. വൈദികർക്കുള്ള ഓർമ്മപ്പെടുത്തൽ, വിശ്വാസി സമൂഹത്തിനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു, ഈയിടെയെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യവും കാണാം. ഈ തലമുറയിൽ നമുക്ക് വൈദികരുണ്ട്, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ. നമ്മുടെ വിശ്വാസി സമൂഹത്തിൻ്റെ അവകാശമാണ് നല്ല രീതിയിൽ കൂദാശകളുടെ പരികർമ്മം ലഭിക്കുക എന്ന് പറയുന്നത്. വചനം പഠിക്കുവാനായിട്ട്, പഠിപ്പിക്കുവാനായിട്ട് നേതൃത്വം ഉണ്ടാവുക എന്ന് പറയുന്നത്. ഈ തലമുറയിൽ ഇതെല്ലാം നമുക്ക് സാധ്യമാണ്. പക്ഷേ നമ്മളെ പോലെ തന്നെ, അല്ലെങ്കിൽ ഈ തലമുറയിൽ ജീവിക്കുന്നവരെ പോലെ തന്നെ അടുത്ത തലമുറയിലും ജീവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് ഇതേ അവകാശങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമുണ്ട്. അപ്പോൾ അന്നും സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വൈദികരുണ്ടാകണം, സമർപ്പിതരുണ്ടാകണം. അങ്ങനെയൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇനിയും ദൈവവിളികൾ ഉണ്ടാകണം, മക്കളുണ്ടാകണം. മക്കൾ ദൈവവിളി സ്വീകരിക്കണം. ഇത് ദൈവിക പദ്ധതിയായതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയെല്ലാമാണ് നമ്മൾ ആയിരിക്കേണ്ടത്. വിശ്വാസി സമൂഹത്തിനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഈ മാതാപിതാക്കൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷിക്കുന്നുണ്ടാവും. തങ്ങളുടെ 60 വർഷത്തെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഫലങ്ങളിലൊന്ന് ഈ പുരോഹിതൻ. മറ്റൊന്ന് നമ്മുടെ സിസ്റ്റർ അൽഫോ. കുടുംബജീവിതം നയിക്കുന്നവർ. എല്ലാ ജീവിതാന്തസ്സും ദൈവവിളികളാണ്. പക്ഷേ നമ്മളെല്ലാവരും വൈദിക ജീവിതത്തിലേക്കുള്ളവരെ, സമർപ്പിത ജീവിതത്തിലേക്കുള്ളവരെ കൂടുതൽ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമല്ലോ. കാരണം എന്താണ്? അവർ തങ്ങളെ തന്നെ മറ്റുള്ളവർക്കായിട്ട് നൽകിയവരാണ്, സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് നൽകിയവരാണ്. എല്ലാവരും സ്വന്തമായിട്ട് നേടുവാനും പലതും സ്വന്തമാക്കുവാനും എല്ലാം ആഗ്രഹിക്കുമ്പോൾ ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് നൽകുവാനും
തന്നെ തന്നെ നൽകുവാനും സന്നദ്ധരാകുന്നവരാണല്ലോ വൈദികരും സമർപ്പിതരും. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ ആദരിക്കുക, ബഹുമാനിക്കുക. നമ്മളിൽ ഒരുവനായിട്ടും ഒരുവളായിട്ടും അവരെ പരിഗണിക്കുക. ഏത് കുടുംബത്തിലും നമ്മൾ അവർക്ക് സ്വാഗതം കൊടുക്കുന്നത് പ്രകാരമാണ്, തങ്ങളെ തന്നെ മറ്റുള്ളവർക്കായിട്ട് നൽകിയവരെന്ന നിലയിലാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ മാതാപിതാക്കൾക്ക് നമുക്ക് ആശംസകൾ നേരാം, പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നല്ല ദൈവവിളികൾ ഉണ്ടാകുവാനായിട്ടും പ്രാർത്ഥിക്കാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ നേരുന്നു. പുതിയ വർഷത്തിലേക്ക് നല്ല ആശംസകൾ നേരുന്നു. ഒപ്പം ബിജുവച്ചന് നല്ല ആശംസകൾ നേരുന്നു. ബിജുവച്ചൻ്റെ ഇനിയും നീണ്ട വർഷങ്ങൾ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ബഹുമാനപ്പെട്ട അച്ഛനെ വിട്ടുപോയായിരുന്നു തോന്നുന്നു, അച്ഛൻ്റെ പേര് പറയാനായിട്ട്. ലിജോ അച്ഛനെ ഞാൻ മുമ്പ് വിട്ടുപോയി, സോറി. അച്ഛനും ഞാൻ പ്രത്യേകമായിട്ട് ആശംസകൾ നേരുന്നു. നിങ്ങൾക്ക് നന്ദി പറഞ്ഞ് താങ്ക് യു വെരി മച്ച്. എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. സ്നേഹമുള്ളവരെ, അഭിമന്യ പിതാവിൻ്റെ അർത്ഥസമ്പുഷ്ടമായ വചന സന്ദേശത്തിന് അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പിതാവിന് ഉടനെ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ കൊച്ചുമകൻ്റെ മാമോദീസ ഇന്ന് ഉച്ചയ്ക്ക് നടക്കേണ്ടത്, ഈ ജൂബിലി ഇവിടേക്ക് വരേണ്ട കാരണം അതുപോലും മാറ്റിവെച്ചിട്ടാണ് പിതാവ് വന്നിരിക്കുന്നത്. പിതാവിൻ്റെ വലിയ ഉടനെ തന്നെ മാമോദീസ കർമ്മത്തിനായിട്ട് പോവുകയാണ്. വലിയ സ്നേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പിതാവ് സൂചിപ്പിച്ചതുപോലെ എൻ്റെ പഠന മേഖലയിലെ പ്രത്യേകിച്ച് പുസ്തകങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊടുത്തുവിട്ട് ആവശ്യമായ മാർഗനിർദ്ദേശവുമൊക്കെ തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഉപരി പാണ്ഡിത്യമുള്ള ബഹുമാനപ്പെട്ട പാടിയത്ത് പിതാവിന് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്ത് നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കാറസൂസ പ്രാർത്ഥനയിലൂടെ കുർബാന തുടരാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ വത്സരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ യൗസേപ്പ് മെത്രാപ്പൊലീത്തായുടെയും അവരുടെ സഹശുശ്രൂഷികളുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ.
അങ്ങയുടെ കൃപയനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകത്താൽ തെരഞ്ഞെടുത്ത് അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പുറത്തേക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ബാവായും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേലങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കി നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപുറം യോഗ്യരാക്കണമേ. കരുണാദിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ബാവായും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ാത്മജനം ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലൂർത്തിയിടാം.
മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതനായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ തറയ്ക്കപ്പെട്ടു മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സായികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിനെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ദൈവത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കിസുമാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും
അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. അതുകൊണ്ടെന്നാലെങ്കിൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോവന്മാരോടും ശ്രാവ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു.
അവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതരോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. ആവ്ദീനന്മാർ ദുഃഖറാനേ ദഹശേഗവദാഗുദലപ്ലൻ ബിലലിയാദൻ ഹാവ് മസ്തലം ഹാബേ സ്കല്ലഖ്മാലി ദാവദക്യാസാവ് കന്ദീശാ സവാരി ഐനാവിലശ്മയാലി വാസേ ദാബു മിശംബഹ മുബാരക് വക്സയോ ലസൽ മിദാവേമ ഹനാ ഈസാ ബഗറാദീൽ ദഗ്ലാപ്പൈകോ മസ്കസേൽ ശുക്കന ദഗ്തായേ സൗവാഖോ മനെ കൊലകോ Uhana ab al-Kasaudi ubarag yawleghon vema hana Isa damadil gadiyasa ke daglap sagi maskasail shukana dagtaye sau vesta mene holgo مسكن سيناتين بشين هودي لذكراني هودي ودودي കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയെ ആചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് തന്നെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശംശാനമാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനികളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. എളിയവരും ബലഹീനരും ആകുലരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. കർത്താവേ, നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും
നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്തവണ്ണം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അങ്ങയുടെ സ്നേഹത്തിന്റെ ദൈവമായ പെരുമടത്താൽ എന്നെ പൂർവ്വനാക്കണമേ. വെളുതിട്ടിപ്പോ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി നല്ല ഇടയാ. എനിക്കറിയാവുന്ന പറഞ്ഞുകൂടാത്തമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് പൊറുക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മകനവും വിശുദ്ധവുമായ ബലിയുടെ നിലനിൽക്കുന്നു ഈ ശുശ്രൂഷയെ വിശുദ്ധിയുടെ പെരുമടത്താൽ പൂർവ്വമാക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാലിലും പ്രത്യാശവരം കാത്തിരിക്കുന്ന ഈ ജനത്തെ വിശുദ്ധിയുടെ പെരുമടത്താൽ പൂർവ്വമാക്കണമേ. കർത്താവായ ദൈവമേ, വിശുദ്ധയുടെ തിരക്കുകളുടെ സാദൃശ്യമോട് സിംഹാസനമായ വിനപീഠത്തെയും പാമോചവുമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം.
അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അതരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. വിശ്വമിശിയുടെ കൃപാവരമോടത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
മനുഷ്യവർഗത്തിൻ്റെ വൃത്തിയാശയായും ശിഹായ ഞങ്ങൾ ഭക്ഷിച്ച ശരീരവും പാനചര്യത്വവും ഞങ്ങൾക്ക് ക്ഷാമതിക്ക് കാരണമാകാതെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിന് അതിൻ്റെ സന്നദ്ധികൾ സന്തുഷ്ടിക്ക് നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ കടകളുടെ പുറത്തേക്ക് കാരണമാകട്ടെ. ഞങ്ങളുടെ രാജാവായ മിശിഹായേ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരെയും കരങ്ങളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വമുള്ളതായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിലനിൽക്കുവാനും സ്വർഗീയനങ്ങളോട് നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നിങ്ങളുടെ കടങ്ങളും പാവങ്ങളും പൊറുക്കി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. വായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വീരവൊടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ.
വസിക്കും. അവനും ഞാനും നിശ്ചയമാണ്. വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. ഈ ബലിയിൽ പങ്കാളികളായി അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ.